नमस्ते बच्चों, सभी को स्वागत है स्टडी टेबल में। मैं एंजल। आज हम देखेंगे मेरे बच्चे को सिखाए। എന്താണ് ഇതിൻ്റെ അർത്ഥം? मेरे बच्चे എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയെ, സിഖായ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കൂ. ഇത് ഒരു കത്താണ്, ഇതൊരു പത്രമാണ്. ഓക്കെ, ഈ ലെറ്റർ ആരെഴുതിയ ലെറ്ററാണ്? അബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ്റെ ഗുരുവിന് വേണ്ടി എഴുതിയ ഒരു കത്താണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ കത്ത് ചരിത്രപരമായ ഒരു പ്രമാണമായിട്ടാണ് കാണുന്നത്. കാരണം അത്രയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലെറ്ററാണ് ഒരു അച്ഛൻ തൻ്റെ മകൻ്റെ ഗുരുവിന് അയച്ച ഒരു കത്ത്. നമുക്ക് നോക്കിയാലോ? നോക്കിയേ, ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? പ്രിയ ഗുരുജി, സഭി വ്യക്തി ന്യായപ്രിയ नहीं होते और ना ही सब सच बोलते हैं. ये तो मेरा बच्चा कभी न कभी सीख ही लेगा, पर उसे यह अवश्य सिखाए कि अगर दुनिया में बदमाश लोग होते हैं तो अच्छे नेक इंसान भी होते हैं. अगर स्वार्थी राजनीतिज्ञ है तो जनता के हित में काम करने वाले देश प्रेमी भी है. उसे यह भी सिखाए कि अगर दुश्मन होते हैं तो दोस्त भी होते हैं. मुझे पता है कि इसमें समय लगेगा, परंतु हो सके तो उसे यह ज़रूर सिखाए कि मेहनत से कमाए एक पैसा भी हराम में मिट्टी नोटों के गड्ढे से कहीं अधिक मूल्यवान होता है. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെ അബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ്റെ ഗുരുജിയോട് പറയാണ്, പ്രിയപ്പെട്ട ഗുരുജി, സബി വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലുള്ളവരെല്ലാം നീതിമാന്മാരോ അല്ലെങ്കിൽ സത്യസന്ധരോ അല്ല. ന്യായപ്രിയ എന്ന് പറഞ്ഞാൽ നീതിമാന്മാരോ അല്ലെങ്കിൽ സച്ച് എന്ന് പറഞ്ഞാൽ സത്യസന്ധന്മാരോ അല്ല. അത് ഈ ഒരു സത്യം എൻ്റെ മകൻ എന്തെങ്കിലും മനസ്സിലാക്കി കൊള്ളും. ഓക്കെ, പർ ഉസേ യഹ് അവശ്യ സിഖായെ. പക്ഷേ എന്നാൽ ലോകത്തിൽ ആ ക്രൂരന്മാരും തെമ്മാടികളും ഉണ്ടായിരിക്കും, അതോടൊപ്പം മാന്യന്മാരും ഉണ്ടായിരിക്കും. അത് ഈ ഒരു സത്യം എന്തെങ്കിലും എൻ്റെ കുട്ടിക്ക് മനസ്സിലായിരിക്കണം. ചില ഭരണാധികാരികൾ സ്വാർത്ഥരായിരിക്കാം, എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദേശസ്നേഹികളും ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദേശപ്രേമി എന്ന് പറഞ്ഞാൽ ദേശസ്നേഹികൾ. ഓക്കെ, ചിലവർ എങ്ങനെയായിരിക്കും? ചില ആളുകൾ സ്വാർത്ഥി. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയുന്നത്? ഉസെ യൗബി സിഖായേക്ക് അഗർ ദുഷ്മൻ ഹോത്തേ ഹേ. അതായത് അവനെ എന്ത് പഠിപ്പിക്കണം? താങ്കൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്താണ്? ശത്രുക്കൾ ഉള്ളപ്പോൾ മിത്രങ്ങളും ഉണ്ടാകും. ഓക്കെ, ഇതൊക്കെ മനസ്സിലാകാൻ കാലതാമസം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാം. നോക്കിയേ, ഇവിടെ എന്താ പറയുന്നത്? ഇസ്മേ സമയം ലഗേക. സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലതാമസം എടുക്കും. പരന്തു ഹോ സക്കേത്തോ. എന്നാലും എന്ത് ചെയ്യണം? എന്നാലും അധ്വാനിച്ചുണ്ടാക്കുന്ന നയാ പൈസ പോലും തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന നോട്ടുകെട്ടിനേക്കാൾ മൂല്യമുള്ളതാണെന്ന് കഴിയുമെങ്കിൽ താങ്കൾ അവന് മനസ്സിലാക്കി കൊടുക്കണം. നോക്കി, ഇവിടെ എന്താ പറയുന്നത്? നോട്ടോക്കി ഗഡ്ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് കെട്ടുകൾ. ഓക്കെ, അധ്വാനിച്ചുണ്ടാക്കുന്ന ചെറിയ പൈസയാണെങ്കിൽ പോലും അതിനെന്താണ്? വളരെ മൂല്യമുണ്ട്. നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന നോട്ടുകെട്ടിനേക്കാൾ എന്താണ് മൂല്യം? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു പൈസയ്ക്കായിരിക്കും എപ്പോഴും വാല്യൂ ഉള്ളത്. അതെന്ത് ചെയ്യണം? താങ്കൾ അവന് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് പാര നോക്കിയേ. ഉസേ ഹാർന സിഖായെ और जीत में खुश होने भी सिखाए. हो सके तो उसे राग द्वेष से दूर रखे और उसे अपनी मुसीबतों को हंसकर टालना सिखाए. वह जल्दी ही यह सब सीखे कि बदमाशों को आसानी से काबू में किया जा सकता है. ഇവിടെ എന്താ പറയുന്നത്? തോൽക്കാനും വിജയത്തിൽ സന്തോഷിക്കുവാനും അവനെ പഠിപ്പിക്കണം. സാധിക്കുമെങ്കിൽ രാഗവിദ്വേഷങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും കഷ്ടതകളെ സന്തോഷത്തോടുകൂടെ ദൂരീകരിക്കുവാനും പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഹാർന എന്ന് പറഞ്ഞാൽ എന്താണ്? തോൽക്കുക. ജീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയം. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയുന്നത്? വഹ് ജൽദി ഹി യഹ് സബ് സീഖേ കി ബദ്മാശോ കോ ആസാനി സെ കാബൂ മേ കിയാ ജാ സക്താ ഹെ. അവൻ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. ഇവിടെ എന്താ പറയുന്നത്? തെമ്മാടികളെ എളുപ്പം വശത്താക്കാൻ കഴിയുമെന്നും അവനെ കാലതാമസം കൂടാതെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, അഗർ സംഭവ് ഹോത്തോ ഉസെ കിതാബോ കി मनमोहक दुनिया में अवश्य ले जाए. साथ साथ उसे प्रकृति की सुंदरता, नीले आसमान में उड़ते आजाद पक्षी, सुनहरी धूप में गुनगुनाती मधुमक्खियाँ और पहाड़ के ढलाने पर खिलखिलाते जंगली फूलों की हंसी को भी निहारने दे. स्कूल में उसे सिखाए कि नकल करके पास होने से फेल होना बेहतर है. ഇവിടെ എന്താ പറയുന്നത്? സാധ്യമെങ്കിൽ. സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യമെങ്കിൽ പുസ്തകങ്ങളുടെ മനം കവരുന്ന ലോകത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ സൗന്ദര്യം, നീലാകാശം, നീല ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീലാകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾ. പിന്നെന്താ പറയുന്നത്?
വെളിച്ചത്തിൽ മൂളി പറക്കുന്ന വണ്ടുകൾ. ഓക്കെ, പിന്നെന്താ പറയുന്നത്, മലകളുടെ താഴ്വരകളിൽ വിടർന്നു നിൽക്കുന്ന കാട്ടുപൂക്കൾ. ഇവയെല്ലാം ആസ്വാദിക്കുവാനും കഴിവുള്ളതാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, നെക്സ്റ്റ് പാരയിൽ നമ്മൾ കാണുന്നത് എന്താണ്, അതേപോലെ എന്താ പറയുന്നത്, ക്ലാസ്സിൽ കോപ്പി അടിച്ച് വിജയിക്കുന്നതിനേക്കാളും ഭേദം എന്താണ്, തോൽക്കുന്നതാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, നക്കൽ കർക്കെ എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കുക. ഓക്കെ, ഫെയിൽ ഹോന നമുക്കറിയാമല്ലോ, ഫെയിൽ ആയി പോവുക. चाहे सभी लोग उसे गलत कहे परंतु वह अपने विचारों में पक्का विश्वास रखे और उन पर अडिग रहे. वह भले लोगों के साथ नेक व्यवहार करे और बदमाशों को करारा सबक सिखाए. जब लोग भेड़ों की तरह एक रास्ते पर चल रहे हो तो उसमें भीड़ से अलग होकर अपना रास्ता बनाने की हिम्मत हो. उसे सिखाए कि वह हर एक की बात को धैर्यपूर्वक सुने, फिर उसे सत्य की कसौटी पर कसे और केवल अच्छाई को ही ग्रहण करे. अगर हो सके तो उसे दुख में भी हंसने की सीख दे. ഇവിടെ എന്താ പറയുന്നത്, ആരെല്ലാം തെറ്റുകാരാണെന്ന് അവനെ പഴിച്ചാലും എന്തെടുക്കണം, സ്വന്തം തീരുമാനത്തിൽ വിശ്വസിച്ച് അടിയുറച്ച് നിൽക്കാൻ എന്ത് ചെയ്യണം, അവന് കഴിയണം. ഓക്കെ, നമ്മളെ ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മൾ ചെയ്തൊരു കാര്യം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ശ്രേഷ്ഠ വ്യക്തികളോട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പെരുമാറണം. തെമ്മാടികളെ എന്ത് ചെയ്യണം, നിലയ്ക്ക് നിർത്താനും പഠിപ്പിക്കണം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് നോക്കി, ഭലേ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ആളുകൾ. ഓക്കെ, ചെമ്മരിയാടുകളെ പോലെ ഒരേ വഴിയിലൂടെ കൂട്ടം കൂടി പോകുന്നവർക്കിടയിൽ നിന്നും മാറി സ്വന്തം വഴി കണ്ടെത്താനുള്ള ധൈര്യവും നൽകണം. നോക്കി, ഇവിടെ എന്താ പറയുന്നത്, ജബ് ലോഗ് ഭേഡോക്കി തര എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട്ടം പോലെ. ഓക്കെ, അങ്ങനെ പോകുന്നതിൽ നിന്നും സ്വന്തം വഴി കണ്ടെത്താനുള്ള ധൈര്യം എന്ത് ചെയ്യണം, നൽകണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, പിന്നെ ഇവിടെ നോക്കിക്കേ, മറ്റുള്ളവരുടെ വാക്കുകളെ ക്ഷമയോടെ കേൾക്കാനും അവയിൽ ശരിയായത് സ്വീകരിക്കുവാനും അവന് കഴിയണം. ഓക്കെ, എന്ത് കാര്യം ആരെങ്കിലും പറയുമ്പോൾ എന്ത് ചെയ്യണം, ക്ഷമയോടെ അത് കേൾക്കാനുള്ളൊരു മനസ്സ് അവനുണ്ടാകണം. സാധ്യമെങ്കിൽ വേദനയിലും ചിരിക്കുവാൻ അവനെ പഠിപ്പിക്കണം. ओके, उसे समझाए कि अगर रोना भी पड़े तो उसमें कोई शर्म की बात नहीं है. वह आलोचकों को नजरअंदाज करे और चाटुकारों से सावधान रहे. वह अपने शरीर की ताकत के बलबूते पर भरपूर कमाई करे परंतु अपनी आत्मा और अपने ईमान को कभी न बेचे. उसमें शक्ति हो कि चिल्लाती भीड़ के सामने भी खड़ा होकर अपने सत्य के लिए जूझता रहे. आप उसे तसल्ली से सिखाए परंतु बहुत लाड प्यार में उसे बिगाड़े नहीं. उसे हमेशा ऐसे सीख दे कि मानव जाति पर उसकी असीम श्रद्धा बनी रहे. ഇവിടെ എന്താ പറയുന്നത്, കരയേണ്ടി വന്നാലും ഓക്കെ അതിൽ ലജ്ജ തോന്നേണ്ട കാര്യമില്ലെന്നാണ് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതേപോലെ എന്താണ്, വിമർശകരെ അവഗണിക്കാനും മുഖസ്തുതിക്കാരുടെ നേർക്ക് കരുതലോടെ ഇരിക്കുവാനും അവനെ പഠിപ്പിക്കണം. പിന്നെന്താ പറയുന്നത്, സ്വന്തം ശരീരാധ്വാനം കൊണ്ട് ആവോളം സമ്പാദിക്കാനും കഴിയണം. എന്നാൽ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കാതിരിക്കാനും ശ്രദ്ധിക്കണം, അതും അറിഞ്ഞിരിക്കണം. തൻ്റെ നേർക്ക് അലറിയടുക്കുന്ന ആൾക്കൂട്ടത്തിന് മുന്നിലും സത്യത്തിന്റെ വിജയത്തിനായി പോരാടുവാനുള്ള ശക്തി അവനിൽ ഉണ്ടാകണം. ഓക്കെ, താങ്കൾ അവനെ സമാധാനത്തോടെ പഠിപ്പിക്കണം. എന്താ ഇവിടെ പറയുന്നത്, സമാധാനത്തോടെ പഠിപ്പിക്കണം. എങ്കിലും എന്താണ് ഇവിടെ പറയുന്നത്, സമാധാനത്തോടെ പഠിപ്പിക്കുകയാണെങ്കിലും അധികം സ്നേഹിച്ച് എന്ത് ചെയ്യരുത്, അവനെ വഷളാക്കുകയും ചെയ്യരുത്. മാനവജാതിയോട് അങ്ങേയറ്റം ബഹുമാനം ഉണ്ടായിരിക്കണമെന്ന ബോധവും അവനിൽ വളർത്തണം. मैंने अपने पत्र में बहुत कुछ लिखा है, देखे इसमें से क्या करना संभव है. അബ്രഹാം ലിങ്കൻ. ഇവിടെ അദ്ദേഹം അവസാനം എന്താണ് കുറിക്കുന്നത്, എൻ്റെ കത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി, അവയിൽ ഏതെല്ലാം സാധ്യമാകുമെന്ന് നോക്കാം. ഓക്കെ എന്നാണ് അബ്രഹാം ലിങ്കൻ ഇവിടെ അവസാനം പറഞ്ഞ് തീർക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കിയാലോ. फर्स्ट क्वेश्चन എന്താ പറയുന്നത്, मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक मूल्यवान होता है. अपने दृष्टिकोण प्रकट करे. ഇവിടെ എന്താ പറയുന്നത്, ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരു പൈസയാണെങ്കിൽ പോലും അതിനാണ് മൂല്യം കൂടുതൽ. അതേപോലെ നോട്ട് കെട്ടുകൾ, വേണ്ടാത്ത തെറ്റായ രീതിയിൽ നിന്ന് നമ്മൾ സമ്പാദിക്കുന്ന നോട്ട് കെട്ടുകളിനേക്കാളും നല്ലത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. ഇതിൽ നിങ്ങളുടെ എന്താണ് അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. मैं इस राय से सहमत हूँ. आज की पीढ़ी बिना मेहनत करके जल्दी ही जल्दी धन कमाना चाहता है. ये मेहनत का महत्व समझ जाए. बिना मेहनत से कमाया धन बनाना रहेगा. ഇവിടെ എന്താ പറയുന്നത്, ഇന്നത്തെ തലമുറ എന്താ ചെയ്യുന്നത്, അധ്വാനിക്കാതെ എളുപ്പം പണം സമ്പാദിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവർ അധ്വാനത്തിന്റെ മഹത്വം ഒരിക്കലും മനസ്സിലാക്കുന്നതുമില്ല. അധ്വാനിക്കാതെ നേടുന്ന സമ്പത്ത് എന്താണ്, ഒരിക്കലും നിലനിൽക്കുകയില്ല. ഓക്കെ,
ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് നിലനിൽക്കുന്നില്ല. നെക്സ്റ്റ് എന്താണ്? ബദ്മാശോ കോ ആസാനി സെ കാബൂ മേ കിയാ ജാ സക്താ ഹെ, ഐസ ക്യൂ കഹാ ഗയാ ഹെ. തെമ്മാടികളെ എളുപ്പത്തിൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്? बदमाश लोग अपने मन के भावों को प्रतिक्रिया के रूप में दूसरों के सामने प्रकट करते हैं. इससे हम उनका मन समझ सकते हैं. प्रेम पूर्वक व्यवहार से उन्हें आसानी से काबू में किया जा सकता है. ഇവിടെ എന്താ പറയുന്നത്? തെമ്മാടികളായുള്ളവരുടെ ഉള്ളിലെ വികാരമാണ് എന്ത് ചെയ്യുന്നത്? പ്രതികരണമായും മറ്റുള്ളവരുടെ മുൻപിൽ അവർ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ നമുക്ക് അവരുടെ മനസ്സറിയാൻ കഴിയും, അല്ലേ? അങ്ങനെയുള്ളവർ നമുക്ക് എന്ത് ചെയ്യാം? സ്നേഹപൂർവ്വം എളുപ്പം നമ്മുടെ വശത്ത് ആക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വൺ, नकल करके पास होने से फेल होना बेहतर है. अब्राहम लिंकन के इस विचार से क्या आप सहमत है? क्यों? കോപ്പി അടിച്ച് പാസ്സാകുന്നതിലും ഭേദം തോൽക്കുന്നതാണെന്നാണ് അബ്രഹാം ലിങ്കന്റെ അഭിപ്രായം. നിങ്ങൾ ഈ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? इस विचार से मैं सहमत हूँ क्योंकि नकल करने वाले अपनी योग्यता पहचान न सकते. यह भी नहीं, यह प्रवणता उन्हें आलसी बना देती है. ഇവിടെ എന്താ പറയുന്നത്? ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കോപ്പി അടിക്കുന്നവർക്ക് തൻ്റെ കഴിവ് അറിയാൻ കഴിയാതെ വരുന്നു, അല്ലേ? തൻ്റെ കഴിവ് അറിയാൻ കഴിയുന്നുണ്ടോ? കോപ്പി അടിക്കുമ്പോൾ അറിയത്തില്ല. നമ്മളിൽ എത്ര കഴിവുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. മാത്രമല്ല ഈ പ്രവണത എന്താണ്? അവരെ മടിയന്മാരാക്കി തീർക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഭീഡ് സെ അലഗ് ഹോക്കർ അപ്ന രാസ്ത ബനാന കാ മത്ലബ് ക്യാ ഹെ? ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി സ്വന്തം വഴി കണ്ടെത്തുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്കാ മത്ലബ് ഹെ സ്വാവലംബ് ഹോന. कोई भीड़ में से एक हो सकता या पानी के बहाव के साथ सब तैर सकते हैं. वह तैरने वाले की निपुणता नहीं, लेकिन बहाव की विपरीत दिशा में यदि कोई तैर सकते तो वह तैरने वाले व्यक्ति का विजय है, उसकी हिम्मत है. ഇതിന്റെ അർത്ഥം എന്താണ്? സ്വാവലംബം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം കാലിൽ നിൽക്കുക എന്നാണ്. ഓക്കെ, ആൾക്കൂട്ടത്തിൽ ഒന്ന് ആകാൻ അല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം നീന്താൻ ആർക്കും കഴിയും, അല്ലെ? ഒരു വലിയൊരു ആൾക്കൂട്ടം, അതിലൊരാളായിരിക്കും നമ്മൾ ആരെ കൊണ്ട് കഴിയും, പോയി നിന്നാൽ പോരെ ആൾക്കൂട്ടത്തിന്റെ കൂടെ. പക്ഷേ നോക്കിക്കേ, എന്താ ഇവിടെ പറയുന്നത്? അതേപോലെ ഒഴുക്കിന്റെ കൂടെ നീന്താനും ആർക്കും കഴിയും. എന്നാൽ അവിടെ നീന്തുന്നവന് ഒരു പ്രശസ്തിയുമില്ല. എന്നാൽ എന്താണ്? ഒഴുക്കിനെതിരെ തുഴയാൻ, ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ അതാണ് എന്ത്? നീന്തുന്നവന്റെ വിജയം, അതാണ് അവന്റെ ധൈര്യം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഒരു ലഘുലേഖ് ലിഖേ. സഫൽ ജീവൻ വിഷയ പർ ലഘുലേഖ് ലിഖേ. സഫൽ ജീവൻ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ലൈഫ്. ഇതിനെക്കുറിച്ചൊരു ചെറിയ ലേഖനം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ എന്തെഴുതാം? सिर्फ सांस लेने का नाम जीना नहीं, सफल जीवन के लिए कुछ बातों का ध्यान रखना है. हमें अच्छे रास्ते पर आगे बढ़ना है, साथ ही गलत बात को पहचान कर उसे दूर रखने की हिम्मत भी रखनी है. जिंदगी में जीत ही नहीं, हार भी है. हमें हार का भी सामना करना पड़ेगा. हर दुख का हंसकर सामना करने में ही जिंदगी की जीत है. प्रकृति के सौंदर्य का आस्वादन करने के साथ ही किताबों की दुनिया से जरूर गुजरना है. भीड़ में अपनी पहचान बनाने की ताकत बढ़ानी है. दूसरों के लिए जीना की कला सीखना है. हमेशा सत्य, धैर्य और अच्छाई की ही साथ देना है. എന്താ ഇവിടെ ലഘുലേഖ പറഞ്ഞേക്കുന്നത്? വെറും ശ്വാസം എടുക്കുന്നത് മാത്രമല്ല, അതിന്റെ പേരല്ല ജീവൻ, ജീവിതം. ഓക്കെ, എന്താണ് പിന്നെ ജീവൻ? സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ധ്യാൻ രഖ്നാ ഹെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. എന്തൊക്കെയാണ്? ഹമേ അച്ഛേ രാസ്തേ പർ ആകെ ബഡ്നാ ഹെ. നമ്മൾ നടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം എപ്പോഴും നല്ല വഴിയിലൂടെ ആയിരിക്കണം, നല്ല ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ ആയിരിക്കണം. സാത്ത് ഹി ഗലത് ബാത് കോ പെഹചാൻ കർ ഉസെ ദൂർ രഖ്നെ കി ഹിമ്മത് ഭി രഖ്നി ഹെ. അതായത് തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ദൂരെ നിന്ന് കാണുമ്പോഴേ മനസ്സിലാക്കണം ഈ കാര്യം തെറ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് ദൂരോട്ട് മാറി നിൽക്കാനുള്ള നിങ്ങൾക്ക് ഹിമ്മത്ത് ഉണ്ടായിരിക്കും. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം നിങ്ങൾ കാണിക്കണം. സിന്ദഗി മേ ജീത് ഹി നഹി ഹാർ ഭി ഹെ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് മാത്രമല്ല, എപ്പോഴും വിജയം മാത്രമല്ല, പക്ഷെ എന്താണ്? ഫെയിലിയേഴ്സും കാണും, തോൽവികളും കാണും. ഹമേ ഹാർ കാ ഭി സാമന കർണ പടേഗ. നമുക്ക് തോൽവികളും നമുക്ക് നേരിടേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ. ഹർ സുഖ ഹസ്കർ സാമന കർണേ മേ ഹി ജിന്ദഗി കാ ജീത് ഹെ. ഹർ ദുഃഖ്, അതായത് എല്ലാ ദുഃഖത്തെയും, എന്ത് ദുഃഖം വന്നാലും അത് ജീവിതത്തിൽ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്നതാണ് ജീവിതത്തിലെ ശരിക്കുള്ള വിജയം. പ്രകൃതി കെ സൗന്ദര്യ കാ ആസ്വാദൻ കർക്കെ ഹി സാഥി കിതാബോ കി ദുനിയാ സെ ജറൂരത് ഗുസർനാ ഹെ. അതായത് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും വേണം, അതിനോടൊപ്പം തന്നെ പുസ്തകങ്ങളുടെ ആ ഒരു ലോകത്തിൽ നമ്മൾ അതിലൂടെ പോകണം. ഭീഡ് മേ അപ്നി പെഹചാൻ ബനാനേക്ക് താക്കത്ത് ബടാനി ഹെ. ഒരു ഏത് ആൾക്കൂട്ടത്തിലാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടേതായിട്ടുള്ള എന്തായിരിക്കണം? ഐഡന്റിറ്റി. നമ്മൾ എന്തൊരു പ്രത്യേകത, ഒരു യുണീക്നെസ് നമ്മൾ തെളിയിക്കണം. ദൂസറോക്കെ ജീന കി കല സീഖ്ന ഹെ. അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും നമ്മൾ പഠിക്കണം.
ഹമേശ സത്യധൈര്യ और अच्छाई का ही साथ देना है. എപ്പോഴും സത്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും നന്മയുടെയും കൂടെ വേണം നിൽക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് മീനിങ്സ് നോക്കാം. ഓക്കെ, ഈ മീനിങ്സ് നിങ്ങൾ കാണുന്നല്ലോ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ചാപ്റ്റർ ഒന്നും കൂടി വായിച്ച് മീനിങ്സ് ഒക്കെ നോക്കി ഇത് അർത്ഥം മനസ്സിലാക്കി എടുക്കണം ഈ ലെറ്ററിൻ്റെ. ഓക്കെ, അതേപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, ആൻഡ് കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. फिर मिलेंगे. धन्यवाद.